ഹായ് കുട്ടികളെ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കോംപ്ലക്സ് നമ്പേഴ്സ് റിവൈസ് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതുന്ന നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എ പ്ലസ് ഐ ബി ഫോമിൽ ഫോമിൽ എഴുതുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. എന്ന് വെച്ചാൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണേ. എയും ബിയും റിയൽ നമ്പേഴ്സും ഐ ഇമാജിനറി നമ്പറാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി നമ്പർ. ഐയുടെ വാല്യൂ -1ന്റെ റൂട്ടാണ് ഐ. -1ന്റെ റൂട്ടിനെയാണ് നമ്മൾ ഐ എന്ന് എടുക്കുന്നത്. റൂട്ട് ഓഫ് -1 അതാണ് ഐ. അപ്പം എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. കൂടാതെ ഐ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് -1. ഇപ്പോൾ ഒരു നമ്മളോട് എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാനൊക്കെ ചോദിക്കും. ഇപ്പം പ്രോഡക്റ്റോ കോഷ്യൻ്റോ അങ്ങനെ പല രീതിയിൽ തന്നിട്ട് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അതിനുമുമ്പ് ഈ ഐയുടെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഐ എന്ന് വെച്ചാൽ റൂട്ട് -1. ഐയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ഐ സ്കോർ എന്ന് വെച്ചാൽ റൂട്ട് -1ന്റെ സ്കോർ എടുക്കുമ്പോൾ റൂട്ടും സ്കോറും പോയിട്ട് -1 കിട്ടും. ഐ സ്കോർ -1. ഐ ക്യൂബ്, ഐയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i. ഈ മൂന്ന് വാല്യൂസ് ഓൾറെഡി രണ്ടെണ്ണം. ഐയുടെ സ്ക്വയർ -1, ഐയുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഐ സ്കോർ ഇൻറ്റു ഐ. ഐ സ്കോർ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഐ സ്കോർ -1 ഇൻറ്റു ഐ വരുമ്പോൾ -i വരും. i⁴ എടുക്കുമ്പോഴത്തേക്കും ഐ സ്ക്വയറിന്റെ സ്ക്വയർ, ഐ സ്കോർ -1 അല്ലേ, -1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 വരും. അപ്പം ഓർത്തോടെ ഐ സ്കോർ -1, ഐ ക്യൂബ് -i, i⁴ 1. പിന്നെ വരുന്നത് i⁸ i⁸ വരുമ്പോൾ 1 ആവും. i⁴ അങ്ങനെ i⁴ മൾട്ടിപ്പിൾ വന്നാലൊക്കെ 1. ഇത് ഓർത്തിരിക്കണം. i⁴ മൾട്ടിപ്പിൾ i⁴ വന്നാൽ 1. അത് വെച്ചിട്ട് ഐയുടെ പവർ നിങ്ങളോട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ i�98 ചോദിച്ചാൽ i�98 സിംപ്ലിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഓർത്തോണം ഐയുടെ 98 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 98നെ 4 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും. അപ്പോൾ അത് എടുക്കണ്ട, 98 എടുക്കണ്ട, പുറകിലോട്ട് പോവുക. 97 എന്താണെങ്കിലും വരികയില്ല. 96 എന്ന് പറയുമ്പോൾ 4ന്റെ മൾട്ടിപ്പിളാണ്. അപ്പം നമുക്കിതിനെ i⁻98ന്റെ തൊട്ട് പുറകിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ 96 പ്ലസ് 2 ഇല്ല. 96 2 കൂടെ കൂട്ടുമ്പോഴാണ് 98 വരുന്നത്. ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. i⁻96 ഇൻറ്റു i². 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ അതിൻ്റെ വാല്യൂ 1 ഇൻറ്റു 4ന്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും കണ്ടോ i⁴ 4ന്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അപ്പോഴൊക്കെ 1 വരും. i² പിന്നെയുള്ളത് ഒന്നെങ്കിൽ സ്ക്വയർ, ക്യൂബ്, അതിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ i⁻1, i² i³ അങ്ങനെ ആ 3 എണ്ണേ വരുള്ളൂ. അതിനാണ് ഈ 2 വാല്യൂ. ഇത് പഠിക്കണ്ട, ഇത് അറിഞ്ഞിരിക്കണം. i² i³ ഓർത്താൽ മതി. i² എന്ന് വെച്ചാൽ -1 ആണെന്നും i³ എന്ന് വെച്ചാൽ -i ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇവിടെ i² അല്ലേ വന്നത്, i² എന്ന് വെച്ചാൽ -1. അപ്പോൾ ഇതിന് ആൻസർ -1 വരും. അപ്പോൾ ഐയുടെ ഏത് പവർ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഏത് വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ i⁻ നെഗറ്റീവ് വന്നാൽ i⁻98 ആണ് വരുന്നത്. ശ്രദ്ധിക്കണം, -98 വരുമ്പോൾ നിങ്ങൾ ഇപ്പം എഴുതിയ പോലെ എഴുതിയാൽ i⁻96 -2 വരും. -2 വന്നാൽ i⁻²ന്റെ വാല്യൂ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അതിന് ചെയ്യേണ്ടത് നെഗറ്റീവ് വരുമ്പോൾ പുറകിലല്ല ഉള്ളതല്ല എടുക്കേണ്ടത്. 98ന് പുറകിലുള്ള 96 അല്ല എടുക്കേണ്ടത്. 98 കഴിഞ്ഞ് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ വരണം നെഗറ്റീവ് വരുമ്പോൾ. പോസിറ്റീവ് വരുമ്പോൾ പുറകിലുള്ള എടുത്താൽ കാരണം പ്ലസ് വരും, ബാക്കി ഭാഗം പ്ലസ് വരും. മൈനസ് വരുമ്പോൾ ബാക്കി ഭാഗം പ്ലസ് വരണമെങ്കിൽ ഈ 98 കഴിഞ്ഞിട്ടുള്ള എഴുതണം. 98 കഴിഞ്ഞിട്ട് വരുന്നത് -100 ആണ്. 98ന് ശേഷം വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ 100 ആണ്. -100 വരുമ്പോൾ -98 കിട്ടണമെങ്കിൽ +2 കിട്ടാൻ. അത് ഈ ഭാഗം പോസിറ്റീവ് ആക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ വാല്യൂ കൂടെ കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഈ i⁻2 വരുമ്പോൾ i⁻3 വരുമ്പോൾ വേറെ വാല്യൂ വരില്ല. എല്ലാം കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ 2 വാല്യൂ പഠിക്കുക. i² -1ഉം i³ -i. പോസിറ്റീവ് വരുമ്പോൾ പുറകിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ എടുക്കണം. +2 വരും. പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ പുറകിലുള്ളതല്ല എടുക്കേണ്ട, മുമ്പിലുള്ള എടുക്കുക. ഇപ്പോൾ 98 കഴിഞ്ഞ് വരുന്ന 100, അപ്പോൾ -100 എഴുതുമ്പോൾ ബാക്കി ഭാഗം പോസിറ്റീവ് വരും. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. i⁻100 ഇൻറ്റു i². i⁻100 എന്ന് വെച്ചാൽ 1 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 100 എന്ന് വെച്ചാൽ 4ന്റെ മൾട്ടിപ്പിളാണ്. 1 വരും. നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും കുഴപ്പമില്ല. i² എന്ന് വെച്ചാൽ -1. അപ്പോൾ അവിടെ -i1 വരും. -1 വരും. ഇതിപ്പം i² വന്നുകൊണ്ടാണെങ്കിൽ 2 ആൻസർ സെയിം വന്നേ. സമയം 98ന്റെ സ്ഥാനത്ത് 99 ആണെങ്കിൽ വാല്യൂ മാറും. നോക്കാം.
അപ്പോൾ i99 പ്ലസ് i−99 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ i99 പ്ലസ് i−99 വാല്യൂ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം i99 കാണുക. i99 പറഞ്ഞാൽ പുറയിലുള്ള എടുക്കുക, പോസിറ്റീവ് അല്ലേ. അപ്പോൾ i96 പ്ലസ് 3 എന്ന് വരും. അതിനെ i96 ഇൻറ്റു i ക്യൂബ് എന്ന് എഴുതാം. i96 എന്ന് വെച്ചാൽ 1, i ക്യൂബ് എന്ന് വെച്ചാൽ -i, ആ വാല്യൂ ഓർക്കണം. അപ്പോൾ -i വരും. i ക്യൂബ് -i അല്ലേ, 1 ഇൻറ്റു -i വരുമ്പോൾ -i വരും. ഇനി i−99 വരുമ്പോൾ -99 വരും. നമ്മൾ 96 എടുക്കേണ്ടത്, മൈനസ് കഴിഞ്ഞു വരില്ല. i−100 എടുക്കണം. +1 വരും. ഇപ്പോൾ -99 കിട്ടുമ്പോൾ -100 +1 എടുക്കുമ്പോഴാണ് -99 കിട്ടുന്നത്. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. -100 ഇൻറ്റു i−1. i−100 വെച്ചാൽ 1 ഇൻറ്റു i−1 വെച്ചാൽ i. കേട്ടോ, ഇവിടെ വ്യത്യാസമുണ്ട്. ഇതും നെഗറ്റീവ്, ഇത് പോസിറ്റീവായി. അപ്പോൾ i വരും. ഇനി നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കും. i−99 കിട്ടുന്ന -i വരും. i−99 +i വരും. ഈക്വൽ ടു 0 വരും. അപ്പോൾ നിങ്ങളോട് a+ib ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ a+ib ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. 0 ആണ് കിട്ടുന്നതെങ്കിൽ 0 + 0i എഴുതുക. 0 ആണ് കിട്ടുന്നതെങ്കിൽ 0 + 0i. റിയൽ പാർട്ട് അവിടെ 0, ഇമാജിനറി പാർട്ടും 0. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്ത ഭാഗമാണ് റിയൽ പാർട്ട്. ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ a+ib എഴുതിയാൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എയും ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ബിയും. ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി പാർട്ട് ബി. ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ് ഇമാജിനറി പാർട്ട്. ഐ ഇല്ലാത്ത ടേമാണ് റിയൽ പാർട്ട്. അത് ഓർക്കണം. നിങ്ങളുടെ a+ib ഫോമിൽ എഴുതാനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. a+ib ഫോമിൽ എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന. അപ്പം അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം, ചിലപ്പോൾ ഡിവിഷൻ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം 3 - 2i ഇൻറ്റു 5 + 7a ഇത് a+ib ഫോമിലേക്ക് എഴുതാൻ ചോദിച്ചാൽ a+ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആദ്യം 3 വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് അങ്ങനെ തന്നെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. 3 × 5 + 7a ഇങ്ങനെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. 3 വെച്ച് നമ്മൾ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് -2i വെച്ച് അതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 + 7a. അല്ലെ നിങ്ങൾ 3 × 5 ഇങ്ങനെ എഴുതിയാലും മതി. ഈ സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പ് എഴുതിയാലും മതി. 3 വെച്ച് നമ്മൾ 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 7നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എഴുതുവാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും മാറത്തില്ല. ഇനി നിങ്ങൾ ഈ രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. അപ്പം 3 × 5 15. പിന്നെ 3 × 7a 3 × 7 3 × 7 21i. നിങ്ങളിവിടെ ഡയറക്റ്റ് ചെയ്താൽ ഇതായിരുന്നു 3 × 5 15, 3 × 7a 3 × 7 എന്ന് പറഞ്ഞാൽ 21i. അങ്ങനെ ചെയ്താലും മതി. അടുത്ത ശ്രദ്ധിക്കണം. -2i × 5 -2i × 5 -2i + 7 എഴുതുക. അപ്പോൾ -2i × 5 എന്ന് പറഞ്ഞാൽ -10i. അടുത്ത -2i + 5i 7 എഴുതുക. അപ്പം -+- -n വരും. 2 × 7 വരുമ്പോൾ 14, i × i വരുമ്പോൾ i². ഈ ഒരു സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മൈനസ് പോവും, ഐ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 15 ഉണ്ട് +21i -10i +21 -10 +21 -10 +11i. പിന്നെ -14 × i² വാല്യൂ -1 ആണ്. -14 × -1 i² വാല്യൂ കൊടുക്കണം. i² i³ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വാല്യൂ കൊടുക്കണം. -14 × -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 + 11i -14 വരും. 15ഉം 14ഉം കൂടെ ആഡ് ചെയ്യുക. 29 + 11i. a+ib ഫോമിലായി. റിയൽ പാർട്ട് 29ഉം ഇമാജിനറി പാർട്ട് 11. നമ്മൾ ഇസഡ് റിയൽ കോംപ്ലക്സ് നമ്പറിന് ഇസഡ് എന്നാണ് ഇവിടെ. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസഡ് REZ എഴുതും 29ഉം. ഇമാജിനറി പാർട്ടിന് IM ഇസഡ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡിന് ഐയുടെ കോഎഫിഷ്യൻ്റ് ആയ 11. നെഗറ്റീവ് ഉണ്ടെങ്കിൽ -11 എഴുതിക്കോളാം. ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. ശ്രദ്ധിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത ഡിവിഷൻ വരാം. ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ത് വേണേലും വരാം. അഡീഷൻ വരികയാണെങ്കിൽ അത് ഇപ്പോൾ 3 + 5i +
7 മൈനസ് 3a കൂടെ ആഡ് ചെയ്യാൻ നിങ്ങൾ ചോദിച്ചല്ലോ. ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യാൻ പറയുവാണെങ്കിൽ ആ പ്ലസ് അതിന് ബ്രാക്കറ്റ് അങ്ങ് മാറ്റാം. 3യും 3 പ്ലസ് 5y പ്ലസ് 7 മൈനസ് 3a. 3യും 7 3 രണ്ടും കൂടെ ആഡ് ചെയ്യുക. 3യും 7 10 വരും. 5y മൈനസ് 3a. 5y മൈനസ് 3a എന്ന് വെച്ചാൽ പ്ലസ് 2y വരും. അത്ര എഴുതിയാൽ മതി, വെറുതെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ റിയൽ പാർട്ട് 10ഉം ഇമാജിനറി പാർട്ട് 2ഉം വരും. ഐ എഴുതിയിട്ടില്ല 2. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, മൈനസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. മൈനസ് വെച്ച് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം 3 പ്ലസ് 5y തന്നെ മൈനസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 7 പ്ലസ് 3 വരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 3 മൈനസ് 7 വരും, മൈനസ് 4 വരും. 5yയും പ്ലസ് 3a വരുമ്പോൾ പ്ലസ് 8 വരും. റിയൽ പാർട്ട് അവിടെ മൈനസ് 4, ഇമാജിനറി പാർട്ട് അവിടെ 8. അങ്ങനെ എഴുതിയാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അവസാനം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്യുക, ഐ ഇല്ലാത്തത് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സെപ്പറേറ്റ് എഴുതിയാൽ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. പിന്നെ ഇവിടെ വരുന്ന ഡിവിഷനാണ്. ഡിവിഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മുമ്പ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഇസഡ് ബാർ എന്ന് അറിയുന്നത്. ഇസഡ് ബാർ കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ബാർ ആണ്. ഇസഡ് ബാർ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാൽ മതി. എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി. അപ്പൊ നിങ്ങൾക്ക് ഇതുണ്ടോ 1 മൈനസ് 3a ഇതാണ് ഇസഡ് എങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത് 1 പ്ലസ് 3a ഇങ്ങനെ എഴുതിയാൽ മതി. ഇസഡ് മൈനസ് 3a ആണെങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത് പ്ലസ് 3a. ഐ പാർട്ട് ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക. സപ്പോസ് ഇസഡ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത് 5 തന്നെയാണ്. കാരണം 5നെ 5 പ്ലസ് 0 ആയി എഴുതാം. ഇസഡ് ബാർ 5 മൈനസ് 0 ആയി. അപ്പോൾ ഇമാജിനറി പാർട്ട് ഇല്ലെങ്കിൽ ഇസഡും ഇസഡ് ബാർ സെയിം. റിയൽ നമ്പർ ആണെങ്കിൽ അതും അതിൻ്റെ കോൺജുഗേറ്റും സെയിം ആണ്. ഇമാജിനറി പാർട്ടിനാണ് സൈൻ വ്യത്യാസം വരുന്നത്. ഇമാജിനറി പാർട്ടിന് മാത്രം. ചിലർ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇസഡ് 5y മൈനസ് 3 തരും. ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഐയുടെ ആണ് സൈൻ മാറ്റുന്നത്. ഐയുടെ വേണം സൈൻ മാറ്റണം. 5y മൈനസ് 5y വരും, മൈനസ് 3. ചിലർ എഴുതുമ്പോൾ 5y പ്ലസ് 3 എന്നായിരിക്കും. 5y പ്ലസ് 3 അങ്ങനെയല്ല എഴുതുന്നത്. റിയൽ പാർട്ടിന് നോ ചേഞ്ച്. ഇമാജിനറി പാർട്ടിനാണ് സൈൻ മാറുന്നത്. അത് ഫസ്റ്റിൽ വന്നാലും ലാസ്റ്റിൽ വന്നാലും ഐ ഉള്ള ഭാഗത്തിനാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്. ഐ ഇല്ലാത്ത ഭാഗത്തിനെ ഒന്നും ചെയ്തേക്കരുത്. അത് അതേപടി ഇരിക്കണം. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ കോൺജുഗേറ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഡിവിഷൻ പറയുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ. അപ്പോൾ Z is equal to 2 minus 3i by 4 plus 7i. ഡിവൈഡ് ചെയ്യുന്നത് 2 minus 3i 4 plus 7i വെച്ച് ഡിവൈഡ് ചെയ്യുകയുള്ളൂ. 4 plus 7iയുടെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ എന്താണോ വരുന്നത് അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഡിവിഷന്റെ പ്രോസസ്സ്. ഏത് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ഡിനോമിനേറ്ററിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് സൈഡിലും മുകളിലും താഴെ 2 minus 3i ഇൻറ്റു 4 plus 7i അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 4 minus 7i അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 4 minus 7i താഴെ അതുപോലെ തന്നെ 4 plus 7i ഇൻറ്റു 4 minus 7i. നമ്മൾ 4 minus 7i വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. മുകളിലും എക്സ്പാൻഡ് ചെയ്യുക, താഴെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ ആയിക്കോളും. മുകളിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 വെച്ച് 4 minus 7i ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ മൈനസ് 3i വെച്ച് 4 minus 7i മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നതാണല്ലോ ഡിവൈഡ് ബൈ. താഴെ എളുപ്പമുണ്ട് a plus b into a minus b ഫോർമുല. a plus b into a minus b ഫോർമുല ആയതുകൊണ്ട് a square minus b square എഴുതാം. a square ഒരു 4 square minus 7i whole square. താഴെ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐയുടെ സ്ക്വയർ വന്ന് ഐ ഇല്ലാതായി പോയിക്കോളും. ഡിനോമിനേറ്ററിൽ ഐ ഇല്ലാതെ വരും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ മേളിൽ എക്സ്പാൻഡ് ചെയ്താൽ 2 into 4 8. 2 into minus 7i minus 49 minus 3i into 4 minus 12i minus 3i into minus 7i വരും പ്ലസ് 3 into 7 21 i square ഡിവൈഡഡ് ബൈ താഴെ ശ്രദ്ധിച്ചോളൂ 4 സ്ക്വയർ 60 മൈനസ് 7നും ഐക്കും സ്ക്വയർ കൊടുക്കാം. 7ന്റെ സ്ക്വയർ 49 ഐയുടെ സ്ക്വയർ ഐ സ്ക്വയർ കൊടുക്കാം.
ഐ സ്ക്വയർ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 8 മൈനസ് 49 മൈനസ് 12 സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ടാൽ മതി. അപ്പം മൈനസ് 26i വരും പ്ലസ് 21 ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1. അത് ഓർക്കണം, ഐ സ്ക്വയർ വരുന്നപ്പോൾ മൈനസ് 1 ഇട്ടണം. താഴെ അത് വിടുന്നത് 16 മൈനസ് 49 ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റ് കിട്ടണം. തെറ്റിക്കും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 26i മൈനസ് 21 മൈനസ് 21 ഇൻറ്റു മൈനസ് 1 മൈനസ് 21 divided by 16 minus 49 into minus 1 plus 49. ഇത് 8 minus 21 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 30 വരും. മൈനസ് 30 പ്ലസ് അല്ല മൈനസ് 26i ബൈ 49 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ 65 വരും. 49 65 വരും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ബൈ 65 മൈനസ് 13 ബൈ 65 മൈനസ് 26 ബൈ 65 ആയി നൽകാം. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. മൈനസ് 13 ബൈ 65 മൈനസ് 26 ബൈ 65 ആയും. അപ്പം റിയൽ പാർട്ട് ഇവിടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 13 ബൈ 65, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 26 ബൈ 65. അങ്ങനെ എഴുതിക്കോ. റിയൽ പാർട്ട് മൈനസ് 13 ബൈ 65 ഇമാജിനറി പാർട്ട് മൈനസ് 26 ബൈ 65. അങ്ങനെ എഴുതി എഴുതാൻ നമുക്ക്. അപ്പം ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു വശം അതായത് 4 മൈനസ് 10i ബൈ മൈനസ് 3i പ്ലസ് 2 മൈനസ് 3i പ്ലസ് 2. അപ്പോൾ ഇതാണ് ഇസഡ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിനോമിനേറ്റർ നോക്കുക. മൈനസ് 3i ആദ്യം, അത് രണ്ടാമത് എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. അപ്പോൾ നിങ്ങൾ 4 മൈനസ് 10i ബൈ 2 മൈനസ് 3i എന്ന് എഴുതി വെക്കുക. അമ്മ തെറ്റിയല്ല, ഇമാജിനറി പാർട്ട് രണ്ടാമത് എഴുതി വെക്കുക. എന്നിട്ടാണ് കോഞ്ചുഗേറ്റ് എടുത്ത് ചെയ്യാറുണ്ട്. 2 മൈനസ് 3iയുടെ കോഞ്ചുഗേറ്റ് 4 മൈനസ് 10i ഇൻറ്റു കോഞ്ചുഗേറ്റ് 2 പ്ലസ് 3i ബൈ 2 മൈനസ് 3i ഇൻറ്റു 2 പ്ലസ് 3i. ഇനി നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മേളിൽ 4 ഇൻറ്റു 2 പ്ലസ് 3i മൈനസ് 10i ഇൻറ്റു 2 പ്ലസ് 3i ഡിവൈഡഡ് ബൈ a plus b into a minus b. അപ്പോൾ a square 2 square minus 3i the whole square വരിക. That is equal to the expand ചെയ്യുക. 4 into 2 8 plus 4 into 3 12i minus 20i 10i into 2 minus 20i minus 30i square വരും. minus 10 into 3 30i square വരും. i square by 2 square 4 minus 3യുടെ സ്ക്വയർ 9 ഇൻറ്റു ഐയുടെ സ്ക്വയർ മൈനസ് 1. ഞാൻ ഒരുമിച്ച് എഴുതി. 3യുടെ സ്ക്വയർ 9 ഐയുടെ സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 12i മൈനസ് 28 പ്ലസ് 12 മൈനസ് 20 മൈനസ് 8 മൈനസ് 8i മൈനസ് 30 ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ബൈ 4 പ്ലസ് 9 വരും. മൈനസ് 9 ഇൻറ്റു മൈനസ് 1 പ്ലസ് 9 വരും. ഇനി ഇത് മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 30 മതിയാൽ മതി. 8 മൈനസ് 8i പ്ലസ് 30 ബൈ 4 പ്ലസ് 9 30. 8ഉം 30ഉം കൂടെ ആഡ് ചെയ്യും 38 മൈനസ് 8i ബൈ 30 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 38 ബൈ 30 മൈനസ് 8 ബൈ 30i. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 38 ബൈ 13ഉം ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 8 ബൈ 13. അങ്ങനെ എഴുതിയാൽ മതി. ഡിവിഷൻ ഇതിനകത്ത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശരിക്കും പഠിക്കാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് കിട്ടാവുന്നു. എന്താണെങ്കിലും ഇത് A+IB ഫോമിൽ എഴുതാൻ ചോദിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഇൻവേഴ്സ് കാണാൻ ചോദിക്കും. ഇൻവേഴ്സ് Z is equal to 4 minus 7a. ഇതിന് ഇൻവേഴ്സ് ചോദിച്ചാൽ ഇസഡിൻ്റെ ഇൻവേഴ്സ് വെച്ചാൽ 1/z ആണ്. Z ഇൻവേഴ്സ് വെച്ചാൽ 1/z. ഇസഡിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ 1 ഡിവൈഡ് ചെയ്താൽ മതി.
1 by z എന്ന് പറയുമ്പോൾ 1/4 minus 7a ഡിവിഷനാണ്. 4 minus 7a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്നതിന് വരെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കോഞ്ചുഗേറ്റ് വെച്ച് അതായത് 4 plus 7a വെച്ച് 1 into 4 plus 7a divided by 4 minus 7a into 4 plus 7a. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ 1 by z എഴുതുക. z ഇൻവേഴ്സ് തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പറിന് z എന്ന് എഴുതുക. എന്നിട്ട് z ഇൻവേഴ്സ് 1 by z എന്ന് പറയുമ്പോൾ z വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 minus 7a വെച്ച് ഡിവൈഡ് ചെയ്തതിനും കോഞ്ചുഗേറ്റ് ആയ 4 plus 7a വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സിംപ്ലിഫൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 plus 7a by a minus b plus b അല്ലേ 4 square minus 7a whole square. മേളിൽ ചെയ്യാനൊന്നുമില്ല. 4 plus 7a by താഴെ 16 minus 7ന്റെ സ്ക്വയർ 49 ഐയുടെ സ്ക്വയർ -1 ഐയുടെ സ്ക്വയർ എഴുതാൻ വിട്ടു പോയേക്കരുത്. അപ്പോൾ 4 plus 7a by 16 plus 49 16 plus 49 വരും 65 വരും. അപ്പം 4 plus 7a by 65. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. a plus ib ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്തിടുക. ഇത്രയും കാര്യങ്ങളാണ് a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഏത് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റിംഗ് ഇൻവേഴ്സ് കോഞ്ചുഗേറ്റ് ഇൻവേഴ്സ് 1 by z ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഐയുടെ പവർ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഉറപ്പായിട്ട് ചോദിക്കും. പോളാർ ഫോം എഴുതുക. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിൻ്റെ പോളാർ ഫോം എഴുതാനായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പിന്നെ അതിൻ്റെ അകത്ത് കോംപ്ലക്സ് നമ്പറിൻ്റെ സൊല്യൂഷനാണ്. കോംപ്ലക്സ് നമ്പറിൻ്റെ അല്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ b² - 4ac നെഗറ്റീവ് വരുമ്പോൾ സൊല്യൂഷൻ കണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേസിൽ നിന്നാണ് ഈ കോംപ്ലക്സ് നമ്പർ വന്നത് തന്നെ. b² - 4ac നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ നേരത്തെ സൊല്യൂഷൻ ഇല്ലയെന്ന് പഠിച്ചു വെച്ചിരുന്നു. പിന്നെ ഇതിനകത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. നെഗറ്റീവിന് റൂട്ട് -1 എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ വന്നത് തന്നെ. അപ്പം പോളാർ ഫോം എഴുതാനായിട്ട് അതിന് മറ്റൊരു സാധനമില്ല. ഒരു കോംപ്ലക്സ് നമ്പർ z = a plus ib. കോംപ്ലക്സ് നമ്പർ തന്നാൽ നിങ്ങൾക്ക് അതിനെ നമ്മുടെ XY പ്ലെയിനിൽ അത് കോംപ്ലക്സ് നമ്പർ മാർക്ക് ചെയ്യാം. ഇപ്പം 2 plus 3a ആണെങ്കിൽ റിയൽ പാർട്ട് എക്സ് ഐസിലും ഇമാജിനറി പാർട്ട് വൈ ഐസിലും അടയാളപ്പെടുന്നത്. റിയൽ പാർട്ട് എക്സ് ഐസിലും ഇമാജിനറി പാർട്ട് വൈ ഐസിലും. അപ്പം z = 2 minus 3a ആണെങ്കിൽ റിയൽ പാർട്ട് എക്സ് ഐസിൽ 2 അടയാളപ്പെടുന്നു. എക്സ് ഐസിൽ 2 അടയാളപ്പെടുന്നു. വൈ ഐസിൽ -3 അടയാളപ്പെടുന്നു. വൈ ഐസിൽ -3 വരും. ഇത് രണ്ടും കൂടെ വരുന്ന ഈ പോയിന്റാണ് 2 minus 3a എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പോയിന്റ് 2 minus 3a. അപ്പോൾ റിയൽ പാർട്ട് എക്സ് ഐസിലും ഇമാജിനറി പാർട്ട് വൈ ഐസിലുമായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോംപ്ലക്സ് നമ്പർ വേണമെങ്കിലും മാർക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇസഡ്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ അടയാളപ്പെടുത്തിയാൽ നമുക്ക് ഒറിജിൻ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പറിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഈ കോംപ്ലക്സ് നമ്പറിന് 2 കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വരും മോഡുലസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഇസഡ്. ആർന്ന് ഡിവൈഡ് മോഡുലസ് ഇസഡ്. മോഡുലസ് ഇസഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യുന്നില്ല. √a² + b². അതായത് ഇവിടെ ഈ കോംപ്ലക്സ് നമ്പറിൽ a എന്ന് പറയുന്നത് 2 ആണ്. 2² + b എന്ന് പറഞ്ഞാൽ -3 ആണ്. മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് ഒക്കെ പോകുള്ളൂ. 2² + 3² അത് സിംപ്ലിഫൈ ചെയ്താൽ മോഡുലസ് വരും. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പർ തന്നാലും മോഡുലസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ √a² + b². a എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും b എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടും. നെഗറ്റീവ് ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. അതാണ് മോഡുലസ്. പിന്നെ ഒരു ആംഗിളും കൂടെ ഉണ്ട് അവിടെ. ആംഗിൾ തന്നെ എക്സ് ആക്സിസിൽ നിന്ന് ലൈനിലേക്കുള്ള ആംഗിൾ. അത് ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ എടുക്കാം. ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവ് നമ്മൾ 180 വരെയുള്ളത് എടുക്കുന്നുള്ളൂ. അപ്പം ഇവിടെ രണ്ടിടത്തുവാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കും. അത് പോസിറ്റീവ്. അപ്പം ഇതിപ്പം താഴേക്കില്ലേ, താഴേക്ക് എടുക്കുമ്പോൾ ഇത്രയും വരണം. അതിന് വരെ നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണെന്ന് നോക്കാം. ഇവിടെ വരെ വരുവാണെങ്കിൽ പോസിറ്റീവ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കും, നമ്മൾ പോസിറ്റീവ് ആയില്ല. അതേസമയം ഇവിടെയോ തേർഡ് ക്വാർട്ടറിലോ ഫോർത്ത് ക്വാർട്ടറിലോ വന്നാൽ നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ എടുക്കും, അവിടെ നെഗറ്റീവ് ആയില്ല.
ഫസ്റ്റിലും സെക്കൻഡിലും വന്നാൽ പോസിറ്റീവ് ആംഗിളും തേർഡിലും ഫോർത്തിലും വന്നാൽ നെഗറ്റീവ് ആംഗിളും. അപ്പം നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് കാര്യങ്ങളുണ്ട്, മോഡുലസും ഒരു ആംഗിളും. ആംഗിളിനെ ആർഗ്യുമെന്റ് എന്ന് പറയും, ആർഗ്യുമെന്റ്. അപ്പം മോഡുലസ് ആർഗ്യുമെന്റ് എന്നോ ആംപ്ലിറ്റ്യൂഡ് എന്നോ പറയാം. ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ മോഡുലസ് ആർഗ്യുമെന്റ് ഫോം, അല്ലെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം, അല്ലെ പോളാർ ഫോം. ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്നത് പോളാർ ഫോം, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ്, മോഡുലസ് ആർഗ്യുമെന്റ് ഫോം. അപ്പം അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന രീതിയിലാണ്. പോളാർ ഫോം എന്നാണ് മിക്കവാറും ചോദിക്കുന്നത്. അതിന് പകരം മോഡുലസ് ആർഗ്യുമെന്റ് എന്നോ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്നോ പറഞ്ഞാൽ പോളാർ ഫോം ആണെന്ന് ഓർത്തോളൂ. അപ്പം അതിനായിട്ട് ആറും തീറ്റയും കണ്ടുപിടിച്ചാൽ മതി. മോഡുലസ് ആയ 6 ആംഗിൾ തീറ്റ, അതാണ് ആംപ്ലിറ്റ്യൂഡ്, ആർഗ്യുമെന്റും കണ്ടുപിടിച്ചാൽ മതി. അപ്പം അതിനായിട്ട് മോഡുലസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ പോരെ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ മോഡുലസ് കിട്ടും. ആർഗ്യുമെന്റ് തീറ്റ കാണുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം പോളാർ ഫോം എന്ന് പറഞ്ഞാൽ Z is equal to R into cos theta plus I sin theta. ഇതാണ് Z is equal to A plus IB എന്ന് പറഞ്ഞ Z is equal to A plus IB എന്ന് പറയുന്ന, അല്ലെ X plus IY എന്നെടുക്കാം. A plus IB ന് X plus IY എന്നെടുക്കാം. Z is equal to X plus IY എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം Z equal to R into cos theta plus I sin theta. ആറും തീറ്റയും കണ്ടുപിടിച്ചാൽ മതി. ആറും തീറ്റയും കണ്ടുപിടിച്ചാൽ ആറ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. R is equal to root of x square plus y square. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 6 കിട്ടും. പിന്നെ തീറ്റയും കൂടെ കണ്ടുപിടിച്ചാൽ മതി, തീറ്റ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ഐഡന്റിഫൈ ചെയ്യുക. എക്സിന്റെയും വൈയുടെയും സൈൻ നോക്കിയാൽ മതി. എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. നിങ്ങൾ വരച്ച് നോക്കിയാന്നേ ഉള്ളൂ. ഇപ്പോൾ എക്സ് നെഗറ്റീവും വൈ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചുമ്മാ വരച്ച് നോക്കുക. എക്സിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാ എക്സിന്റെ നെഗറ്റീവ്, വൈയുടെ നെഗറ്റീവ് എന്ന് ഇതാ. അപ്പം തേർഡ് ക്വാഡ്രന്റ് വരും, തേർഡ് ക്വാഡ്രന്റ്. ഈസി ആയിട്ട് ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ ആ ലൈൻ വരച്ചിട്ട് എക്സിന്റെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാഡ്രന്റ് വരും. അപ്പം 4 ക്വാഡ്രന്റിൽ എവിടെ വന്നാലും തീറ്റ കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മളിവിടെ വേറൊരു ആംഗിൾ, നമ്മൾ എക്സും വൈ എടുക്കുന്നതിനൊരു മോഡുലസ് എക്സും മോഡുലസ് വൈയും എടുക്കുന്നു. ടേക്ക് മോഡുലസ് എക്സ് ആൻഡ് മോഡുലസ് വൈ. വേറൊരു ആംഗിൾ ഫൈയും വേണം, ഫൈ. നമ്മൾ തീറ്റ ഡയറക്റ്റ് കാണുന്നതിന് വരെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇസഡ് എങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ് 6, ഈ ആംഗിൾ തീറ്റ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഇസഡിൽ നിന്ന് എക്സൈസിലേക്ക് ഒരു ലൈൻ പെർപെൻഡിക്കുലർ വരച്ച് ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ ട്രയാങ്കിളിന്റെ അകത്ത് വരുന്ന ആംഗിളാണ് ഫൈ നമ്മൾ എടുക്കുന്നത്. ഒരു പുതിയ ആംഗിൾ ഫൈ എടുക്കുക. അപ്പൊ നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് എക്സൈസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിന്റെ അകത്ത് വരുന്ന ആംഗിളാണ് ഫൈ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നാൽ തീറ്റയും ഫൈയും സെയിം. സപ്പോസ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇവിടെയാണ് ഇസഡ്. ഇത് നമ്മുടെ ലൈന്. നമ്മളെപ്പോഴും ആംഗിൾ പോസിറ്റീവ് എക്സൈസ് എന്നാണ്. ഇവിടെ നിന്നിട്ട് ലൈൻ വരെയുള്ള ആംഗിളാണ് തീറ്റ. ഈ ആംഗിളാണ് തീറ്റ. ഇവിടെ നമ്മൾ ഈ ഇസഡിൽ നിന്ന് എക്സൈസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ അകത്ത് വരുന്ന ആംഗിളാണ് ഫൈ. കണ്ടോ, ഇവിടെ നമുക്ക് സെയിം ആണ്, ഫൈയും തീറ്റ സെയിം ആണ്. പക്ഷെ ഇവിടെ വന്നിപ്പോൾ മാറി. ഈ ആംഗിൾ തീറ്റയും ഈ ആംഗിൾ ഫൈയും. അപ്പൊ നമുക്ക് ഈ തീറ്റയുടെ ഇക്വേഷൻ കിട്ടും. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി 180 ഫൈയിൽ നിന്ന് ഈ ഫൈ അത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫൈയിൽ നിന്ന് ഫൈ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫൈ മൈനസ് ഫൈ എടുത്താൽ ഈ തീറ്റ കിട്ടും. സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. തേർഡിലും ഫോർത്തിലും വരുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ തേർഡിലാണെങ്കിൽ ഇവിടെ വരും, ഇസഡ് ഇവിടെ വരും. അപ്പൊ ഇതാണ് നമ്മളിപ്പം ആംഗിള് ഇങ്ങോട്ട് 180 കൂടുതൽ വരത്തില്ല കേട്ടോ. പോസിറ്റീവ് എക്സൈസ് തൊട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ 180 കൂടും. 180 കൂടണ്ട. അപ്പം ക്ലോക്ക് വൈസിൽ എടുക്കുക.
ഇങ്ങനെ എടുക്കുക, ക്ലോക്ക് വൈസിൽ എടുക്കുക തീറ്റ. ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ നെഗറ്റീവ് ആണ് ആംഗിൾ വരുന്നത്, ഓർത്തോണം. അപ്പോൾ ഇവിടെ നിന്ന് ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് അല്ല എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ ആംഗിളാണ് ഫൈ, ആ ആംഗിളാണ് ഫൈ. അപ്പോൾ ഇവിടെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി തീറ്റ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആംഗിളാണ് കിട്ടുന്നത്. ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ നെഗറ്റീവാണ്, നെഗറ്റീവോ 180 നിന്ന് ആ ഫൈ കുറച്ചാൽ മതി. അപ്പോൾ സെക്കൻഡിലും തേർഡിലും ഏകദേശം സെയിമാണ്. ഇവിടെ ഫൈവ് മൈനസ് ഫൈവ്, ഇവിടെ അതിൻ്റെ നെഗറ്റീവ് മൈനസ് ഓഫ് ഫൈവ് മൈനസ് ഫൈവ്. നിങ്ങൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലും ഫോർത്തിലും ഏകദേശം സെയിം ആണ്. ഫോർത്ത് ക്വാർട്ടറിൽ വരുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതും തീറ്റ ഇതും ഫൈയും തീറ്റ അവിടെ സെയിം ആണ്, തീറ്റയും ഫൈയും സെയിം ആണ്. അപ്പോൾ നമുക്കവിടെ തീറ്റ ഇസ് ഈക്വൽ ടു -5. നമ്മൾ 5 കാണുമ്പോൾ എപ്പോഴും പോസിറ്റീവായി കിട്ടുന്നത്, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് -5 വരും. ഇത്രയും ഓർത്താൽ മതി. നിങ്ങളിത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ഒന്നും ഓർക്കില്ല. ഫസ്റ്റ് ഈ ഒരു സംഗതി ഓർത്തിരുന്നാൽ മതി. R is equal to root of x square plus y square. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ is equal to 5. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ is equal to പൈ മൈനസ് 5. ഇത് ഓർത്താൽ മതി. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ is equal to മൈനസ് ഓഫ് പൈ മൈനസ് 5. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ is equal to -5. ഫസ്റ്റിലും ഫോർത്തിലും ഏകദേശം സെയിം ആണ്. ഫസ്റ്റിലും ഫോർത്തിലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. സെക്കൻഡും തേർഡും അതുപോലെ തന്നെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അങ്ങനെയാണത്. ഇത് നോക്കിയിരുന്നാൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റ് തീറ്റ ഈക്വൽ ടു 5, സെക്കൻഡ് തീറ്റ 5, സെക്കൻഡിലും തേർഡിലും സെയിം ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്. ഫസ്റ്റ് അത് ഓർത്തിരുന്നാൽ മതി. ഈ 5 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ ആദ്യം റിയൽ പാർട്ട് എക്സും വൈയും എഴുതുക, എക്സും വൈയും റിയൽ പാർട്ട് എക്സ്, ഇമാജിനറി പാർട്ട് വൈയും എടുത്തെഴുതുക. അതിൻ്റെ സൈഡൊക്കെ നോക്കി ഏത് ക്വാർട്ടറിൻ്റെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഉടനെ മോഡുലസ് R കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ പോളാർ ഫോം എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്, സെറിക്കൽ ആറിൻ്റെ പോസിറ്റീവ് പ്ലസ് ഐ സൈനിറ്റ് എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്, മോഡുലസ് കണ്ടുപിടിക്കുന്നതിന് ഒരു മാർക്കുണ്ട്. അതൊക്കെ എളുപ്പമാണ്. ഈ തീറ്റ ഫൈ കണ്ടുപിടിക്കാൻ ഇച്ചിരി കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ക്വാർട്ടറിൻ്റെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ക്വാർട്ടറിൻ്റെ ഐഡന്റിഫൈ ചെയ്തെന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ 5 കണ്ടുപിടിക്കാൻ പോവുക. 5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേക്ക് മോഡുലസ് എക്സ് ആൻഡ് മോഡുലസ് വൈ. 5 കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്പാണ്. ടേക്ക് മോഡുലസ് എക്സ് ആൻഡ് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. നെഗറ്റീവ് എക്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ പോസിറ്റീവ് മാത്രം എടുക്കുക. എന്നിട്ട് ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മോഡുലസ് വൈ ബൈ മോഡുലസ് എക്സ്. അതിൽ നിന്ന് 5 കിട്ടും. ടാൻ ഫൈ മോഡുലസ് വൈ ബൈ മോഡുലസ് എക്സ് എടുക്കുമ്പോൾ y കിട്ടും, y അല്ല 5 കിട്ടും. ഈ ഇക്വേഷനിൽ 5 കണ്ടുപിടിക്കാം. 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കണം. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 5 എഴുതുക, സെക്കൻഡ് ക്വാർട്ടറിലാണ് തീറ്റ ഈക്വൽ ടു 5 - 5 എഴുതുക. അങ്ങനെ എഴുതി തീറ്റ കിട്ടും. തീറ്റ 6 നേരത്തെ കിട്ടി, തീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Z is equal to -1 plus I. ഇതിനെ പോളാർ ഫോമിൽ എഴുതണം. Z is equal to -1 plus I. ആദ്യം നിങ്ങൾ എക്സും വൈയും എടുത്തിരിക്കുക. ഹിയർ എക്സ് is equal to റിയൽ പാർട്ട് -1, y is equal to ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ വരുന്ന നമ്പർ, ഐയുടെ കോഎഫിഷ്യന്റ് ഐ മാത്രമേ ഉള്ളൂ. ഐ എന്ന് വെച്ചാൽ 1 × I. അപ്പൊ ഇമാജിനറി പാർട്ട് y എന്ന് പറഞ്ഞാൽ 1 ആണ്. ശ്രദ്ധിച്ചോണം. ഐ എന്ന് കൊണ്ട് എഴുതി വെച്ചാൽ മുഴുവൻ തെറ്റിപ്പോവേ. കാരണം എക്സും വൈയും അത് ഐ ഒന്നും ഇല്ല. എക്സ് പ്ലസ് ഐ വൈ ഫോമ. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഫോമ. എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ഐയുടെ കൂടെ വരുന്നതാണ് വൈ. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. ഉടനെ നമുക്ക് വേണേൽ ആർ കണ്ടുപിടിക്കാം, മോഡുലസ് കണ്ടുപിടിക്കാം. R is equal to മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതങ്ങ് എഴുതി വെച്ചിട്ട് എക്സിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 വരും, പ്ലസ് y ആയ 1ന്റെ സ്ക്വയർ എടുക്കുമ്പോഴും 1 വരും, √2 വരും. √2 കിട്ടും. അപ്പൊ എത്രയും കിട്ടി. ഇനി നമ്മൾ 5
കണ്ടുപിടിക്കാൻ പോവാം. ഫൈ കണ്ടുപിടിച്ചിട്ട് ക്വാർട്ടറിൻ്റെ ഏതാണ് അതിന് മുമ്പ് വേണമെങ്കിൽ എഴുതാം. നിൽക്കട്ടെ. ഇനി ഫൈ കാണാൻ വേണ്ടിയിട്ട് ടേക്ക് മോഡുലസ് എക്സ് ഇസ് ഈക്വൽ ടു -1ന്റെ മോഡുലസ് 1, മോഡുലസ് y ഇസ് ഈക്വൽ ടു 1. പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മോഡുലസ് y ബൈ മോഡുലസ് എക്സ്, അതായത് മോഡുലസ് 1/1 ഇസ് ഈക്വൽ ടു 1. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ ഏതാണെന്ന് ഓർത്തില്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടാൻ 45 അതായത് π/4 ആണ്. ഈ സംഗതികളൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ടാൻ π/6 വന്നാൽ ടാൻ π/6 sin π/6 ബൈ cos π/6 ആണ്. 1/2/1/√3/2 അത് 1/√3 വരും. ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ടാൻ π/6 1/√3, ടാൻ π/4 എന്ന് വെച്ചാൽ 1, ടാൻ π/3 എന്ന് വെച്ചാൽ √3. ഈ 3 വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ 1 ആണ് വന്നിട്ട് 1 വരുമ്പോൾ ടാൻ π/4 എന്ന് കൊടുക്കണം. therefore ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടി π/4. ഇങ്ങനെ കിട്ടും. അത് ശ്രദ്ധിച്ചോണം. ക്ലിയർ ആയി? ഇപ്പം നമ്മൾ ആദ്യം എക്സും വൈയും എടുത്ത് എഴുതുന്നു, മോഡുലസ് കണ്ടുപിടിക്കുന്നു. പിന്നെ മോഡുലസ് എക്സും മോഡുലസ് വൈയും എടുത്ത് ടാൻ ഫൈ കണ്ടുപിടിക്കുന്നു, അതിന് ഫൈ കിട്ടും. ഇനി നമ്മൾ ക്വാർട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു -1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് വരയ്ക്കുക. എക്സ് മൈനസ് എന്ന് എടുക്കേണ്ട, എക്സ് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയത് എക്സ് ആക്സിസ് ഇതാണ് നെഗറ്റീവ്. ഇവിടെ വൈ പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വൈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാർട്ടറിൽ. അപ്പോൾ ഇസഡ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാർട്ടറിലാണ് ഇസഡ് വന്നിരുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ വന്നാൽ therefore തീറ്റ എന്ന് പറഞ്ഞാൽ π-5. സെക്കൻഡ് ക്വാർട്ടറിലാണ് π-5. അത് നിങ്ങൾ പഠിക്കണം. ആ 4 കാര്യങ്ങൾ പഠിക്കണം. π-5 ഇനി വാല്യൂ കൊടുത്തത് π-5 നമുക്ക് കിട്ടി π/4. 4 എൽസിയം എടുക്കുക. അപ്പം 4π - π അതായത് 3π/4 വരും. ഇതാണ് തീറ്റ. അപ്പം 6 കിട്ടി, തീറ്റയും കിട്ടി. 6 √x² + y². ഇപ്പം തീറ്റയും കിട്ടി. ഇനി നമുക്ക് ഇസഡ് എഴുതാം. പോളാർ ഫോം ഈസ് ആ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. Z is equal to R into cos theta plus I sin theta. That is Z equal to R നമുക്ക് ആദ്യം √2 എന്ന് കിട്ടിയായിരുന്നു. √2 into cos theta ഇപ്പം കിട്ടി 3π/4 plus I sin 3π/4. ഇത്ര എഴുതി വെച്ചാൽ R തെറ്റാൻ കണ്ടുപിടിച്ച് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൂടെ കാണിക്കാം. Z is equal to √3 - I. √3 - I വന്നാൽ Z equal to √3 - I വന്നാൽ ആദ്യമേ x ഉം y എഴുതുക. x എന്ന് പറഞ്ഞാൽ x is equal to √3, y is equal to iയുടെ കോഎഫിഷ്യന്റ് -1. പിന്നെ ആദ്യം തന്നെ ക്വാർട്ടർ തന്നെ എഴുതിക്കോ. x പോസിറ്റീവ് അല്ലേ, x പോസിറ്റീവ്, y നെഗറ്റീവാണ്. y നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ ഫോർത്ത് ക്വാർട്ടറിലാണ്. ഇസഡ് ലൈസ് ഇൻ ഫോർത്ത് ക്വാർട്ടറിൽ. ഇസഡ് ഇൻ ഫോർത്ത് ക്വാർട്ടറിൽ ആദ്യമേ അതൊന്ന് എഴുതി വെച്ചു. ഇസഡ് 4ാമത്തെ ക്വാർട്ടറിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം എക്സും വൈയും എടുത്ത് എഴുതുക. അത് ഏത് ക്വാർട്ടറിലാണ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി നമുക്ക് മോഡുലസ് ആണ്. R is equal to മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ √x² + y². x² √3² + y². 1ന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. -1 ഒന്നും എഴുതാൻ പോകണ്ട. അപ്പം √3യുടെ സ്ക്വയർ 3 വരും, 3 + 1 വരും, 4 വരും. അതിൻ്റെ ആൻസർ 2 വരും. 2 കിട്ടി. അപ്പോൾ 6 നമുക്ക് 2 കിട്ടി. ഇനി നമ്മൾ ഫൈ കാണാൻ പോവാം. ഫൈ അപ്പം ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഈ മോഡുലസ് എക്സ് മോഡുലസ് വൈ എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ടാൻ ഫൈ ഈക്വൽ ടു മോഡുലസ് വൈ ബൈ മോഡുലസ് എക്സ്. വൈയുടെ മോഡുലസ് y -1 അല്ലേ, അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 വരും. എക്സിൻ്റെ മോഡുലസ് പോസിറ്റീവ് തന്നെ 1/√3. ടാൻ ഫൈ 1/√3 വരുന്നത് ടാൻ 5/6 അല്ലേ. അപ്പം ടാൻ ഫൈ ഇസ് ഈക്വൽ ടു 1/√3. 1/√3 വരുന്ന 3 വാല്യൂ ഓർത്ത് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നു, അത് ഓർത്തോണം. 1/√3 വരുന്നത് ടാൻ 5/6 ലാണ്.
5/6. അപ്പോൾ നമുക്ക് 5 കിട്ടി. 5 equal to tan 5/6 തന്നെ. ഈ 5യുടെ സ്ഥാനത്ത് 5/6 ആണ്. 5 equal to 5/6 കിട്ടി. 5യുടെ വാല്യൂ കിട്ടി. നമുക്ക് ഇസഡ് ഫോർത്ത് ക്വാർട്ടറിലാണ് കിട്ടിയിട്ടുണ്ടല്ലോ. സിൻസ് ഇസഡ് ഇൻ ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം തീറ്റ ഈസ് ഈക്വൽ ടു ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോഴത്തേക്കും തീറ്റ എന്ന് പറയുന്നത് -5 അല്ലേ, -5 ദാറ്റ് ഈസ് ഈക്വൽ ടു -5/6. ഈ പോളാർ ഫോം എഴുതാം. തീറ്റ കിട്ടി -5/6. പോളാർ ഫോം ഈസ് z is equal to r into cos theta plus I sin theta. വാല്യൂ കൊടുത്താൽ മതി. r വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. cos theta cos -5/6 plus I sin -5/6. വളരെ സിമ്പിളാ. ഉറപ്പായിട്ട് ചോദിക്കും. ആദ്യം എക്സും വൈയും എഴുതി ഏത് ക്വാർട്ടറിലാണെന്ന് എഴുതുക. പിന്നെ 6 മോഡുലസ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് tan 5 മോഡുലസ് 5 മോഡുലസ് x ലേക്ക് 5 കാണാം. എന്നിട്ട് ക്വാർട്ടറിൻ്റെ എഴുതാൻ നോക്കി തീറ്റയുടെ ഇക്വേഷൻ എഴുതി 5 അങ്ങ് എഴുതിയാൽ മതി. തീറ്റ എഴുതിയാൽ മതി. എന്നിട്ട് പോളാർ ഫോം എഴുതി കൊടുത്താൽ മതി. ആ പ്രൊസീജിയർ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഇനി ചില കേസിൽ റിയൽ മാത്രമോ ഇമാജിനറി മാത്രമോ വരാം. അങ്ങനെ വന്നാൽ എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. റിയൽ മാത്രമോ ഇമാജിനറി മാത്രമോ വന്നാൽ ചിലപ്പോൾ A+IB ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനായിരിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. റിയൽ മാത്രമോ ഇമാജിനറി മാത്രമോ വന്നാൽ സപ്പോസ് z is equal to -6i ഇതിന്റെ പോളാർ ഫോം എഴുതാൻ ചോദിച്ചാൽ ഇമാജിനറി മാത്രമേ ഉള്ളൂ. ഇമാജിനറി മാത്രമേ ഉള്ളെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആക്സിസ് എക്സൈസും വൈഐസും വരച്ച് ഈ പോയിന്റ് അങ്ങ് കാണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എക്സൈസും വൈഐസും അപ്പം ഐയുടെ കൂടെ വരുന്നത് വൈഐസിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗ്രാഫിലാണ് വരുന്നത്. വൈഐസിന്റെ -6 ഇതാണ് -6. ഈ പോയിന്റ് ആണ് z -6i നെഗറ്റീവ് വൈഐസിൽ വരും -6i. അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ മോഡുലസ് z എന്ന് പറയുന്നത് ഇവിടെ നോക്കി ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 6 ആണ്. മോഡുലസ് z എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ മോഡുലസ് 6 z 6 വരും. ഇവിടെ തൊട്ട് ഒറിജിൻ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 6 യൂണിറ്റ് അല്ലേ, 6 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ്. അല്ലെ √(x² + y² എഴുതിയാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നേരിട്ട് എഴുതാം. ആക്സിസിൽ വന്നാൽ പെട്ടെന്ന് എഴുതാം അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് തീറ്റയും വളരെ സിമ്പിൾ ആണ്. ഈ ആംഗിൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ, ഈ ആംഗിൾ നെഗറ്റീവ് എടുക്കണം. താഴെ നെഗറ്റീവ് പൈ കേട്ടോ. ഈസി ആയിട്ട്. മറ്റേ സ്റ്റെപ്പ് ക്വാർട്ടറിൽ വന്നാൽ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ആക്സിസിൽ വന്നാൽ റിയൽ മാത്രമാണെങ്കിൽ എക്സ് ആക്സിസിൽ വരും, ഇമാജിനറി മാത്രമേ വൈ ആക്സിസിൽ വരും. റിയലും ഇമാജിനറിയും കൂടെ വരുമ്പോഴാണ് ക്വാർട്ടറിൻ്റെ അകത്ത് വരും. ക്വാർട്ടറിൻ്റെ അകത്ത് വരുമ്പോൾ കുറേ സ്റ്റെപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോഡക്റ്റ് ചെയ്തവരെ നീട്ടി പിടിച്ചെടുക്കണം. ആക്സിസ് റിയൽ പാർട്ടോ ഇമാജിനറി പാർട്ടോ മാത്രം വന്നാൽ അത് ആക്സിസിൽ മാത്രം വരും. ആക്സിസിൽ മാത്രം വന്നാൽ ഡയറക്റ്റ് എഴുതാം. ഇതുണ്ടോ ഇങ്ങനെ കിട്ടി. അപ്പോൾ പോളാർ ഫോം z = r cos theta plus I sin theta. ആറിൻ്റെയും തീറ്റയുടെയും വാല്യൂ കൊടുത്താൽ മതി. സപ്പോസ് z = -10 ഇങ്ങനെയാണെങ്കിൽ വിചാരിക്കുക. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -10 ആണെങ്കിൽ -10 എന്ന് പറയുമ്പോൾ റിയൽ മാത്രമാകുമ്പം നെഗറ്റീവ് എക്സ് ആക്സിൽ വരും. -10 ഇവിടെയാണ്. ഈ പോയിന്റ് ആണ് z എന്ന് പറയുന്നത്. അപ്പം ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് z, മോഡുലസ് z 6. അത് 10 യൂണിറ്റാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിട്ടുണ്ട് 10 യൂണിറ്റ്. തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. തീറ്റ പൈ വരും, 180 ഡിഗ്രി പൈ വരും. എഴുതിയാൽ മതി. ഇനി സപ്പോസ് പോസിറ്റീവ് 10 ആണെങ്കിൽ പോസിറ്റീവ് 10 ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് 10 ആണെങ്കിൽ റൈറ്റ് സൈഡ് വരും, ഇവിടെ വരും 10. അപ്പോൾ r സൈഡിന് തീറ്റ പക്ഷേ മാറും. ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് പോസിറ്റീവ് എക്സ് ആക്സിസ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 0 വരും. തീറ്റ പോസിറ്റീവ് എക്സ് ആക്സിസ് വന്നാൽ 0 വരും, നെഗറ്റീവ് എക്സ് ആക്സിസ് വന്നാൽ പൈ വരും. പോസിറ്റീവ് വൈ ആക്സിസിൽ വന്നാൽ ഇവിടെ വന്നാൽ π/2 വരും, പോസിറ്റീവ് π/2. താഴെ വന്നാൽ നെഗറ്റീവ് π/2. അങ്ങനെ എഴുതണം. അത് ചെയ്തോളാം അങ്ങനെ. അപ്പം നിങ്ങളോട് ചിലപ്പോൾ A+IB ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. കണ്ടോ, z is equal to 1 + i/1 - i. ഇതിന്റെ പോളാർ ഫോം എഴുതാൻ ചോദിക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. z is equal to 1 + i/1 - i പോളാർ ഫോം. അപ്പോൾ നമ്മൾ ഡിവിഷനാണ്, കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് A+IB ഫോം ആക്കിയിട്ടേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 1 + i ഇൻറ്റു 1 - iയുടെ കോൺജുഗേറ്റ് 1 + i ബൈ 1 - i ഇൻറ്റു 1 + i ഇനി ഇത്
ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 into 1 1, 1 into I into 1 I into I square by a minus b a plus b അല്ലേ 1 square minus I square. അതായത് 1 plus 2y minus 1 വരും. I square minus 1 അല്ലേ താഴെ എഴുതല്ലേ 1 minus minus 1 minus 1 ഉം 1 കൂടെ വെട്ടിപ്പോളും 2y by 2. അപ്പോൾ I വരും. I വന്നാൽ ഇവിടോ ഇമാജിനറി മാത്രമാണ്. I means 1 into I ആ 1i ആ എന്ന് വെച്ചാൽ 1i ആ. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ച് ചെയ്താൽ മതി. 1i I വരുമ്പോൾ y ആക്സിസിലാണെന്ന് പറഞ്ഞല്ലോ. പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെയാണ് 1i. ഈ പോയിന്റാണ് 1i. ഒരു യൂണിറ്റ് എടുത്താൽ മതി. അപ്പോൾ മോഡുലസ് z എന്ന് പറയുന്നത് 1 യൂണിറ്റ്. തീറ്റ എന്ന് പറയുന്നത് അവിടെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ π/2 പോസിറ്റീവ് π/2 r തീറ്റ കിട്ടി. പോളാർ ഫോം എഴുതിയാൽ മതി r into cos theta plus I sin theta. അതായത് 1 into cos π/2 plus I sin π/2 അങ്ങനെ എഴുതിയത്. എത്രയും കാര്യങ്ങൾ പോളാർ ഫോമിലുള്ളത്. പോളാർ ഫോം ശരിക്കും പഠിച്ചോണം ചോദിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കും. b square minus 4ac by minus b plus or minus root of b square minus 4ac by 2 ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ b square minus 4ac നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയത് √3x square minus √2x plus 3√3 √3x square minus √2x plus 3√3 equal to 0. ഇത് സോൾവ് ചെയ്യാൻ ചോദിക്കും. സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ പണ്ട് ചെയ്തപോലെ a b c എഴുതി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. a √3 വരും, b minus √2 വരും, c 3√3 വരും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac എന്ന് കണ്ടുപിടിക്കണം. ചെയ്യാൻ എളുപ്പമുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് √2ന്റെ സ്ക്വയർ ബ്രാക്കറ്റ് കിട്ടണേ മൈനസ് 4 ഇൻറ്റു എ എന്ന് വെച്ചാൽ √3 ഇൻറ്റു സി എന്ന് വെച്ചാൽ 3√3. ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസിന്റെ സ്ക്വയർ പ്ലസ് തന്നെ √2ന്റെ സ്ക്വയർ 2 വരും. 2 മൈനസ് 4 ഇൻറ്റു 3 നോക്കിയാൽ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 വരും. 3 ഇൻറ്റു 3 9 വരും. 9 ഇൻറ്റു 4 36 വരും. 3 മൈനസ് 36 എന്ന് വെച്ചാൽ മൈനസ് 34 വരും. ഇതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് ഓഫ് മൈനസ് 34 മൈനസ് 34നെ നമുക്ക് റൂട്ട് ഓഫ് -1 ഇൻറ്റു 34 എഴുതാം. രണ്ടായിട്ട് എഴുതാം. റൂട്ട് -1 ഇൻറ്റു റൂട്ട് 34. റൂട്ട് -1 നമുക്കറിയാം ഐ ആണ്. ഐ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഐ ഇൻറ്റു റൂട്ട് 34 ഉണ്ട്. ഐ മൈനസ് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. -8 ആണ് -1 ഇൻറ്റു 8 എന്ന് എഴുതുക. -10 ആണ് -1 ഇൻറ്റു 10 എന്ന് എഴുതുക. എന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റൂട്ട് -1 എഴുതാത്ത ഐ കൊടുക്കുക. ഇനി നമുക്ക് എക്സിന്റെ സൊല്യൂഷൻ ഇടാം. സോ എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a വാല്യൂ കൊടുക്കുക. -b എന്ന് പറഞ്ഞാൽ -√2 മൈനസ് √2 വരും. പ്ലസ് ഓർ മൈനസ് ഇതിന്റെ വാല്യൂ ഫുള്ള് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. i ഇൻറ്റു റൂട്ട് 34 ബൈ 2a 2 ഇൻറ്റു a എന്ന് പറയുന്നത് √3 ഇത്ര എഴുതിയാൽ മതി. -2നെ പ്ലസ് √2 എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് i റൂട്ട് 34 ബൈ 2√3 കോംപ്ലക്സ് നമ്പർ അത് ഇങ്ങനെ കിട്ടും. അങ്ങനെ സോൾവ് ചെയ്താൽ മതി. അതങ്ങനെ സോൾവ് ചെയ്യാം. ഈ കോഷ്യൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എൽസിഎം ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തുടക്കം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഓക്കെ. ഡിവൈഡഡ് ബൈ √2 ഉണ്ട്. അത് ആദ്യം കളയണം. √2 വെച്ച് ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാത്തിനും √2 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് ബൈ √2 എല്ലാ ടൈമിനെ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞോ. √3 കൂടെ ഉണ്ട്. √2 ഇൻറ്റു √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണോ ഡിനോമിനേറ്റർ ഉള്ളത് അത് വെച്ച് എല്ലാം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് √2x² പ്ലസ് √2x പ്ലസ് √2 ഇൻറ്റു 1/√2 ഈക്വൽ ടു 0 ഇൻറ്റു √2 വരുമ്പോൾ 0 വരും. അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 0 ആയതുകൊണ്ട് പൊക്കോളും. അപ്പോൾ ഇതും വെട്ടിപ്പൊക്കോളും. അപ്പോൾ നമുക്ക് √2x² പ്ലസ് √2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുണ്ട്.
ഇതിപ്പോൾ ഇത് ചെയ്ത പോലെ സോൾവ് ചെയ്താൽ മതി. -b + or മൈനസ് ഇട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യുക. അവിടെയും b² - 4ac കാണുമ്പോൾ നെഗറ്റീവ് കിട്ടും. ആ നെഗറ്റീവ് നിങ്ങൾ മൈനസ് ഇൻറ്റു എഴുതി i കൊടുത്ത് ചെയ്തോണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ അകത്തുള്ളത്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എളുപ്പമുള്ള കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.